നമസ്കാരം, അക്ബർ ന്യൂസിലേക്ക് സ്വാഗതം. അക്ബർ ന്യൂസ് സോഷ്യൽ മീഡിയ ചാനൽ മിഴി തുറന്നു. ജനപ്രിയ സ്ഥാപനങ്ങളായ അക്ബർ ഗ്രൂപ്പ് കമ്പനീസ് നൽകി വരുന്ന സേവനങ്ങളും ഉൽപ്പന്നങ്ങളും സംബന്ധിച്ച വിവരങ്ങൾ കൂടുതൽ ജനകീയവൽക്കരിക്കുന്നതിന് സോഷ്യൽ മീഡിയ തലത്തിൽ പ്രത്യേക ന്യൂസ് ചാനൽ ആരംഭിച്ചു. പൊന്നാനി ആനപ്പടിയിലെ അക്ബർ ഗ്രൂപ്പ് ആസ്ഥാനത്ത് സജ്ജീകരിച്ച പ്രത്യേക സ്റ്റുഡിയോയിൽ ചാനലിന്റെ ഉദ്ഘാടനം പൊന്നാനി മഖ്ദൂം MP മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു. അക്ബർ ട്രാവൽസും അക്ബർ ഗ്രൂപ്പിലെ സ്ഥാപനങ്ങളും നിലനിർത്തിപ്പോരുന്ന ജനകീയ ബന്ധം കൂടുതൽ പുഷ്ടിപ്പെടുത്തുകയും വിപുലപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് അക്ബർ ന്യൂസ് ചാനലിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന് അക്ബർ ഗ്രൂപ്പ് സ്ഥാപകനും MD-യുമായ KV അബ്ദുൽ നാസർ വ്യക്തമാക്കി. ചടങ്ങിൽ പൊതുപ്രവർത്തകൻ PV അയ്യൂബ് പങ്കെടുത്ത് സംസാരിച്ചു. അക്ബർ ഗ്രൂപ്പിന്റെ വളർച്ചയിൽ ജനകീയ ബന്ധം പരിപോഷിപ്പിക്കാനുള്ള ശ്രമമാണ് അക്ബർ ന്യൂസ് ചാനൽ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പൊന്നാനി അക്ബർ ട്രാവൽസിന്റെ പുതിയൊരു സ്ഥാപനം കൂടി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ടായി. വാട്സപ്പ് ചാനൽ, നമ്മുടെ ചാനൽ സാധാരണ നമ്മുടെ പ്രാദേശിക ചാനലിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും മറ്റും വരാൻ പോകുന്ന പൊന്നാനി അക്ബർ ട്രാവൽസ് എന്താണ്, അതിന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നതിനെ പറ്റി വളരെ വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഓരോ ദിവസവും ഇനി ഉള്ള ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കും. പൊന്നാനിയിലെ ജനസേവന രംഗത്ത് അത് ആരോഗ്യ മേഖലയായാലുമുള്ള വിദ്യാഭ്യാസ മേഖലയുമുള്ള മറ്റുള്ള മേഖലയിലും വളരെ തിളങ്ങി നിൽക്കുന്ന നമ്മൾ അക്ബർ ട്രാവൽസിന്റെ ന്യൂസുകൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ആവശ്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സ്ഥാപനം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടുള്ളത്. ഇന്ന് മറ്റൊരു ഉദ്ഘാടനം ഞങ്ങൾ കഴിഞ്ഞ് മറ്റൊരു ഉദ്ഘാടനത്തിലേക്ക് ഞങ്ങൾ 12 മണിക്ക് പോകാൻ പോവാണ്. ഏതായാലും ഈ സ്ഥാപനം കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുന്ന കാര്യം തർക്കമില്ല. ഈ അക്ബർ ട്രാവൽസ് നടത്തുന്ന അല്ലെങ്കിൽ അക്ബറിന്റെ നമ്മളെ ഏറ്റവും പ്രിയങ്കരനായ KV അബ്ദുൽ നാസർ നടത്തുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായും ജനങ്ങളിലേക്ക് എത്തിക്കണം. കാരണം ജനങ്ങൾ അറിയണം, ഇങ്ങനെ നാട്ടിൽ ഇത്രയും നല്ലൊരു വ്യക്തിത്വം നമ്മുടെ നാട്ടിന്റെ പുരോഗതിക്ക് വേണ്ടിയും ജനനന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അറിയാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെ ഒരു വാർത്ത ഇവിടെ നടത്തുന്നത്. തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഈ സ്ഥാപനത്തിനും അക്ബറിന്റെ മറ്റുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാർത്ത. അക്ബർ ഗ്രൂപ്പ് മുംബൈയിൽ 2 പുതിയ ബ്രാഞ്ചുകൾ തുറന്നു. അക്ബർ ഗ്രൂപ്പ് മുംബൈ, അന്ധേരി, സ്വസ്തിക് ചേംബർ എന്നിവിടങ്ങളിൽ പുതിയതായി 2 ബ്രാഞ്ചുകൾ ആരംഭിച്ചു. അന്ധേരിയിൽ അക്ബർ എക്സ്പ്രസ് കാർഗോ ഓഫീസും സ്വസ്തിക് ചേംബർ മുംബൈയിൽ B2F ഓഫീസുമാണ് വ്യാഴാഴ്ച പുതുതായി ആരംഭിച്ചത്. പുതിയ സേവനവും ഉൽപ്പന്നങ്ങളുമായി ബെൻസി അഗ്രോടെക്കും ബെൻസി ഫാർമയും. അക്ബർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ 2 സ്ഥാപനങ്ങൾ പുതിയ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും പുറത്തിറക്കി. ബെൻസി ഫുഡ് ആൻഡ് ബീവറേജസ് കമ്പനിയുടെ അനുബന്ധമായ ബെൻസി അഗ്രോടെക് ചക്കിലാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണയുടെ വ്യാപാരമാണ് ആരംഭിച്ചത്. പൊളിച്ച തേങ്ങ തൂക്കമെടുക്കുമെന്നും അഗ്രോടെക് അറിയിച്ചു. വിശദവിവരങ്ങൾക്ക് 7034665001 എന്ന നമ്പറിൽ ലഭിക്കും. അതേസമയം ബെൻസി ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആഷിക ക്ലീനിംഗ് വാഷിംഗ് ഉൽപ്പന്നങ്ങളാണ് പുറത്തിറക്കിയത്. ഹാൻഡ് വാഷ്, ഡിഷ് വാഷ്, ഫ്ലോർ ക്ലീനർ, ടോയ്ലറ്റ് ക്ലീനർ എന്നിവയാണ് ബെൻസി ഫാർമ വിപണിയിലെത്തിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ. തിരഞ്ഞെടുക്കുന്ന സ്ഥാപനങ്ങളുടെ രാജ്യാന്തര റാങ്ക് സുപ്രധാനം. വിദേശങ്ങളിലെ ഉന്നത പഠനത്തിൽ വഴിവിളക്കായി അക്ബർ സ്റ്റഡി അബ്രോഡ്. വിദേശങ്ങളിൽ ഉന്നത പഠനം ആഗ്രഹിക്കുന്നവരുടെ ഏറ്റവും ആകർഷകമായ ലക്ഷ്യമായി തുടരുന്നത് UK തന്നെയാണെന്ന് അക്ബർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഉൾപ്പെടുന്ന അക്ബർ സ്റ്റഡി അബ്രോഡ് ഓപ്പറേഷൻസ് മാനേജർ ഹാരിസ് റഹീം പറഞ്ഞു. ഇന്ത്യയിലെയോ മറ്റ് വിദേശ രാജ്യങ്ങളിലെയോ സർവകലാശാലകളിൽ ലഭ്യമല്ലാത്ത തൊഴിൽ സാധ്യതകൾ ഏറെയുള്ള പുത്തൻ കോഴ്സ് ഓപ്ഷനുകളും ലോകത്തിലെ ഏറ്റവും മതിപ്പുള്ള അക്രഡിറ്റേഷൻ ഉള്ളവയെന്നതും UKയിലെ സർവകലാശാലകളുടെ മികവുകളിൽ പെടുന്നു. UK പോലെ വിദേശ പഠന രംഗത്ത് ഇന്ത്യക്കാർക്കിടയിൽ വലിയ ഡിമാൻഡുള്ള മറ്റു ഡെസ്റ്റിനേഷനുകളാണ് ഓസ്ട്രേലിയയും ജർമ്മനിയും. പഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന രാജ്യം, വിഷയം, ഭാഷ, തൊഴിൽ സാധ്യത, ചിലവ്, കാലാവസ്ഥ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണെന്നും അക്ബർ സ്റ്റഡി അബ്രോഡ് അധികൃതർ വിവരിച്ചു.